നിനക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ടറായി നിനക്ക് വേണ്ടി സംസാരിക്കുന്ന പെരുവെള്ളത്തെ ഇരച്ചിലൂടെ നിന്നോട് സംസാരിക്കുന്ന നിന്റെ നാളുകളെ പറ്റി നിനക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നാളുകളെ പറ്റി നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാക്ക് പറയാൻ മാറാത്തവനായ ഒരു ക്രിസ്തുവിന്റെ അടുക്കലുണ്ട്. അവൻ പറയുക നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, നിന്റെ ഭാവിയെ ധന്യമാക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് പകരം ആത്മനിറവോടെ ആ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. കേവലം ഒരു സാധാരണ വിശ്വാസിയായിരിക്കുവാനല്ല, ഇന്ന് പകരം ചില വെളിപ്പാടുകൾ പ്രാപിച്ചവരാണ്. ഇന്ന് പകരം ചില വെളിപ്പാടുകൾ നിങ്ങളെ കൈമാറുകയാണ്. നാളുകളെ പറ്റി വ്യാപനപ്പെടുന്ന ദൈവാത്മാവായ നിന്റെ വഴി നടക്കുവാൻ ഒരു വഴി ദൈവാത്മാവ് ഇന്ന് പകരം ദർശിപ്പിക്കുക. നിന്റെ മുൻപ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ഒറ്റക്കായിത്തീരും, നീ ഒറ്റപ്പെടും. നീ എന്നും ഈ ആശ്രമമേറ്റ് ഒരിടത്ത് ഒതുങ്ങിക്കിടക്കുമെന്നോ പിശാച് നിന്നെ നോക്കി പറയുമ്പോ ആ പിശാചിനെ ശാസിച്ചുകൊണ്ട് പറ, അല്ല ഞാൻ വെളിപ്പാട് പ്രാപിച്ചവനാ. പറയൂ, വെളിപ്പാട് പ്രാപിച്ചവർക്ക് ചുമ്മാ ഇരിക്കുവാൻ കഴിയില്ല. ഏകനായി പത്മോസിന്റെ നടുവിലോ ദൈവത്തെ ആരാധിക്കാൻ കഴിയോ? കൂട്ടത്തിൽ വന്ന് അന്യഭാഷ പറയാനല്ല, കൂട്ടത്തിൽ വന്ന് കൈയടിക്കുവാനല്ല, ഏകനായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന ദൈവമക്കളെക്കാൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതാണ് യഥാർത്ഥ വെളിപ്പാട് പ്രാപിച്ച ദൈവത്വം. അടുത്ത കാലത്തിലേക്ക് ഇന്നലെ ദൈവാത്മാവ് കൊണ്ടുവരിക. ഇന്നലെ നിന്നെ ക്ഷീണിപ്പിച്ചതായ, ഇന്നലെ നിന്നെ തകർച്ചതായ പൈശാചിക മേഖലകളെ ഇന്ന് നീ ഫൈറ്റ് ചെയ്യുന്ന തൽക്കാലമാണ്. ഇന്നലെ നീ നിന്നാവശ്യമായി പലതാഴ്ചയെടുത്ത് ഇന്ന് പകരം നീ അഭിമാനത്തോടെ അവരെ വെട്ടുന്ന തൽക്കാലമാണ്. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അവിടെ ദൈവം പറഞ്ഞു കൊടുക്കുക, ശിഷ്യന്മാരെ നിങ്ങളെ നിന്ദിക്കുവാൻ വിടുന്നതല്ല. അവർക്ക് മനസ്സിലായില്ല യേശു ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി അവരോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, പരിശുദ്ധാത്മാവ് വരുമെന്ന്. ആ വെളിപ്പാടിന് വേണ്ടി, ആ വാഗ്ദത്തത്തിന് വേണ്ടി ശിഷ്യന്മാരും കൂട്ടരും മാർക്കോസിന്റെ മാർഗമുറിയിൽ കാത്തിരുന്നപ്പോൾ അവരുടെ മധ്യേ ഈ ആത്മാവ് ഇറങ്ങി വന്നു. ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് യഥാർത്ഥ ദൈവത്തെ മനസ്സിലായത്, പറഞ്ഞിട്ട് പോയതിന്റെ പൊരുൾ മനസ്സിലായത്. ചുമ്മാതിരുന്നില്ല, ശിഷ്യന്മാർ പ്രസംഗിക്കുവാൻ തുടങ്ങി. ധൈര്യമില്ലാത്തവന് ധൈര്യം പകരുവാൻ തുടങ്ങി. ഇന്നലകളിൽ ഭയപ്പെട്ട് മുറിക്കകത്തിരുന്നവൻ ധൈര്യത്തോടെ ദൈവവചനം സംസാരിക്കാൻ തുടങ്ങി. ആളും മാറിയവനെ ആക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. യഥാർത്ഥ വെളിപ്പാടിന്റെ ആഴം മനസ്സിലായില്ലേ? വെളിപ്പാടിന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സഭയ്ക്ക് മനസ്സിലായി ഒരു ദീർഘവിഷ്ണതയോടെ ഇതൊരു മൂവ്മെന്റ്, നിന്നു പോകുന്ന മൂവ്മെന്റ് അല്ല. എല്ലാ ഈസങ്ങളെ പോലും നിന്നു പോകുന്ന ഒരു ഈസമല്ല. അതുകൊണ്ട് അന്ന് അപ്പോസ്തല പ്രവൃത്തികൾ തുടങ്ങുമ്പോ, ആദിമസഭ തുടങ്ങുമ്പോ ഇത് നിന്നു പോകുന്ന സഭയല്ല. തകർക്കാൻ ആരൊക്കെ എഴുന്നേറ്റ്, റോമ സാമ്രാജ്യം എഴുന്നേറ്റ്, എത്ര അപ്രബലമായ രാജാക്കന്മാർ എഴുന്നേറ്റ് ആ ഈ ശക്തിയെ തകർക്കാൻ നോക്കുന്നു. ആരെവിടെയൊക്കെ നിന്ദിക്കപ്പെടുവാൻ തുടങ്ങുന്നു, എത്ര നിന്നയേക്കുന്നോ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം മനസ്സിലാകുന്നുണ്ട്. ഇന്ന് പകലിൽ ഏറ്റവും കൂടുതൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാവ് പറയുക, നീ കേൾക്കുന്ന നിന്നയുടെ ഇരട്ടിയായി ദൈവത്തിന് മാനിക്കുവാൻ കഴിയും. സഭയെ ഒരു സൈഡിൽ നിന്നും തകർക്കുവാൻ പല ശക്തികൾ നോക്കുമ്പോ സഭ തകർന്നു പോയില്ല. സഭ അതിന്റെ ഇരട്ടിയാ. ഓരോ ചോരക്കകത്തു നിന്നും തകരുമ്പോ, കൊല്ലുമ്പോ, വെട്ടിക്കുറിക്കുമ്പോ, ആ മാംസങ്ങൾ അടർത്തി മാറ്റുമ്പോ ക്രിസ്തുവിൽ നിന്നും പുതിയത് മുളയ്ക്കുവാൻ തുടങ്ങി. നിന്നെ പിശാച് തകർക്കുവാൻ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോ, നീ ആത്മപതനം ചെയ്തിട്ടോ, നീ ഉപാസന ഇരുന്നിട്ടോ നിന്നെ തകർക്കുവാൻ പിശാച് നോക്കുമ്പോ പറയുക, ഇല്ല, ഈ നിന്നക്കകത്തു നിന്നോ ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ഒരു മനുഷ്യർക്ക് കണ്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ ഇന്നേവരെ തോന്നാത്തത്, ഒരു മനുഷ്യർ ഇന്നേവരെ കേട്ടിട്ടില്ലാത്തത് എനിക്ക് വേണ്ടി ദൈവം കരുതുക. മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് നിന്ന വലുതാണെങ്കിൽ, നിന്ന
നന്മ വലുതാണെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് ദൈവം പറയുക നിന്റെ അനുഗ്രഹം അതിന്റെ ഇരട്ടിയാ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൽ നിന്നും നീ പിന്മാറരുത്. ദൈവ സ്നേഹത്തിൽ നിന്ന് നീ അകന്നു പോകരുത്. ദൈവ കൽപ്പനകൾക്ക് നീ മാറ്റം വരുത്തരുത്, കോട്ടം വരുത്തരുത്. ദൈവത്തിന് വേണ്ടി നീ നിൽക്കുവാൻ തയ്യാറാകണം. വേഗത്തിൽ പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുക. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് വേഗത്തിൽ ഞാൻ ഈ ഭാഗത്തിൽ നിന്നും ഇരിക്കുവാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതില്ല. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അതിന്റെ നെഹമ്യ പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. നെഹമ്യ 2:19. ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു.